നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന സീസണിലുള്ള ബാഴ്സലോണയുടെ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പുതിയ പരിശീലകനായ ഹാൻസി ഫ്ലിക്കിന് കീഴിലാണ് ഇനി വരുന്ന സീസൺ FC ബാഴ്സലോണ കളിക്കുക. പ്രീ സീസൺ അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഒരുപാട് പ്രധാനപ്പെട്ട മത്സരങ്ങൾ പ്രീ സീസണിൽ തന്നെ അവർ കളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എൽ ക്ലാസിക്കോ മത്സരമൊക്കെ അവിടെ അരങ്ങേറുന്നുണ്ട്. ഏതായാലും FC ബാഴ്സലോണ നിലവിൽ 2 സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് പ്രധാനമായും ശ്രമിക്കുന്നത്. സ്പാനിഷ് സൂപ്പർ താരങ്ങളായ നിക്കോ വില്യംസ്, ഡാനി ഓൽമോ എന്നിവർക്ക് വേണ്ടിയാണ് ബാഴ്സ ശ്രമിക്കുന്നത്. രണ്ടുപേരും മികച്ച പ്രകടനം യൂറോ കപ്പിൽ നടത്തിയിരുന്നു. ആ താരങ്ങളെ സ്വന്തമാക്കാൻ ബാഴ്സക്ക് കഴിഞ്ഞാൽ വരുന്ന സീസണിലേക്കുള്ള FC ബാഴ്സലോണയുടെ ഒരു 11 എങ്ങനെയാകും, അത് ഇപ്പോൾ സ്കോർ 90 പുറത്തു വിട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ടെർ സ്റ്റീഗൻ തന്നെയായിരിക്കും. അദ്ദേഹത്തെ മാറ്റാൻ ഇതുവരെ FC ബാഴ്സലോണ ഒരുക്കമല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പകരം പുതിയ ഒരു ഗോൾ കീപ്പറെ കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായം ബാഴ്സലോണ ആരാധകർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വന്നാൽ കുബാർസി സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ഉണ്ടാകും. മികച്ച പ്രകടനം അദ്ദേഹം സമീപകാലത്ത് ബാഴ്സയ്ക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്. മറ്റൊരു താരം റൊണാൾഡ് അരോഹോയാണ്. പക്ഷെ അരോഹോ ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സീസൺ, വരുന്ന സീസൺ പകുതി വരെ മറ്റേതെങ്കിലും താരത്തെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ FC ബാഴ്സലോണക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വരും എന്നുള്ളതാണ്. എംബാക്കെ പോലെയുള്ള താരങ്ങളെ അവർ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിരോധ നിരയിൽ ഇടത് വിങ് ബാക്ക് ആയിക്കൊണ്ട് കാൻസലോ ആയിരിക്കും വരിക. പക്ഷെ ബാൾഡയെ ഉപയോഗപ്പെടുത്തണം എന്ന് പലരും അവകാശപ്പെടുന്നുണ്ട്. കാരണം കാൻസലോ അറ്റാക്കിങ്ങിൽ വലിയ രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെങ്കിലും പ്രതിരോധത്തിൽ അദ്ദേഹം ഒരൽപ്പം മോശമാണ്. അതുപോലെ തന്നെ വലത് വിങ് ബാക്ക് പൊസിഷനിൽ ഹൂൾസ് കൂണ്ടയാണ് വരിക. മികച്ച പ്രകടനം അദ്ദേഹം സമീപകാലത്ത് പുറത്തെടുക്കുന്നുണ്ട്. മധ്യ നിരയിലേക്ക് വരുമ്പോൾ ഡാനി ഓൽമോ അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് ഫ്രങ്കി ഡിയോങ് ആയിരിക്കും. കൂടാതെ പെഡ്രിയും ഉണ്ടാകും. അതേസമയം ആരെങ്കിലും ഒഴിവാക്കിക്കൊണ്ട് ഗാവിയെ സ്റ്റാർട്ടിംഗ് 11 ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന അഭിപ്രായം ആരാധകർ ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. ഇനി മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വലത് വിങ്ങിൽ ലാമിൻ യമാൽ ആയിരിക്കും. മികച്ച പ്രകടനം യൂറോ കപ്പിൽ ഈ ഒരു 17-കാരൻ നടത്തിയിരുന്നു. പ്രീ സീസൺ അദ്ദേഹം FC ബാഴ്സലോണക്കൊപ്പം കളിക്കില്ല. അതുപോലെ തന്നെ സെൻട്രൽ സ്ട്രൈക്കർ പൊസിഷനിൽ റോബർട്ട് ലെവൻഡോസ്കിയാണ് വരിക. ഗോളടിക്കാൻ അദ്ദേഹത്തെ തന്നെയാണ് FC ബാഴ്സലോണ ആശ്രയിക്കുക. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ഇടതുഭാഗത്ത് നിക്കോ വില്യംസ് ആയിരിക്കും വരിക. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. യൂറോ കപ്പിൽ മികച്ച ഒരു പ്രകടനം അദ്ദേഹം പുറത്തെടുത്തിരുന്നു. ഇങ്ങനെയായിരിക്കും അടുത്ത സീസണിലേക്കുള്ള ബാഴ്സയുടെ ഒരു സാധ്യത 11 വരുന്നത്. മികച്ച ഒരു 11 തന്നെ അവകാശപ്പെടാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.